ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ. അപ്പോൾ അവിടെ ഒരു കാർഡ് കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഡോക്ടറെ കാണാൻ പറ്റും പറഞ്ഞിട്ട് അപ്പോൾ ഇരിക്കണ ഡ്രോയിങ് ഒരു കാർഡ് തന്നു. അപ്പം അത് തൊട്ടപ്പുറത്ത് സ്റ്റാളിൽ നോക്കിയപ്പോൾ ഇതാ കാണുന്ന പഴയ സാധനങ്ങൾ, പഴയ നമ്മുടെ പഴയ കിണ്ടി മുതൽ കോളാമ്പി, സൈക്കിള്, നാണയങ്ങൾ എല്ലാം ഉൾപ്പെട്ട ഒരു സ്റ്റാൾ എനിക്ക് അപ്പുറത്ത് കാണാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒരു നോക്കി നടന്ന് നോക്കി. ഇതാ കോയിൻ ആൽബം, ഇതാ പണ്ടത്തെ 10 പൈസ 20 പൈസ അങ്ങനത്തെ നാണയങ്ങളാണ്. ഇതാ സൈക്കിൾ ഇരിക്കുന്നത്. എനിക്ക് സൈക്കിൾ കണ്ടപ്പോൾ ജോമോനോട്ട് ഓർമ്മ വന്നത്. ഞാനിത് പോയി പറയുകയും ചെയ്തു ജോമോനോട്, സൈക്കിൾ കണ്ട് എന്താ തോക്കരിക്കുന്നുണ്ട്. പണ്ടത്തെ തട്ട ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ ഉണ്ട്, പിന്നെ കിണ്ടിരിക്കുന്നുണ്ട്, കോളാമ്പി ഉണ്ട്. ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഗെയിമിൻ്റെ ഫാമിലി ഗെയിം അതിൻ്റെ ഒരു സ്റ്റാളാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിട്ടാ, ചിലർ ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിച്ച് പൈസ പോകുന്നു വെച്ചിട്ട് ഞാൻ ഗെയിമൊന്നും കളിക്കാറുണ്ട്. അത് തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ ആ ബോട്ട് കണ്ടു. ഞാൻ അന്തം വിട്ട് ഇതങ്ങനെ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നു. ചെറിയ കുളം സെറ്റപ്പ് ആക്കിയിട്ട് ചെറിയ ബോട്ടൊക്കെ വെച്ചിട്ട് അവർ എന്താ പറയുക, ഭയങ്കര രസട്ടോ. ഞാൻ കുറച്ചേരം നോക്കിയിരുന്നു. ഒരു ഫാമിലി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വട്ടക്കുളം, അതിൻ്റെ ഉള്ളിൽ ഇതാണ് ഈ ബോട്ട് രസമല്ലേ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണാൻ കഴിഞ്ഞിട്ടോ. പിന്നെ കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് കുടുംബശ്രീയുടെ സ്റ്റാളാണ് കണ്ടു, ഉൽപ്പന്ന പ്രദർശന മേള. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇങ്ങനെ ചെറിയ വീഡിയോസ് എടുത്തിട്ടാണ്. അതിരിക്കുന്നത് തേന്, കുടുംബശ്രീയിലെ ചേച്ചിമാരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അച്ചപ്പം, കോലപ്പം, ഉന്നപ്പം, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ അപ്പുറത്ത് നടന്നപ്പോൾ അത് സ്റ്റാൾ ഇതാ കാണുന്നത്, സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെ ഒക്കെ സ്റ്റാൾ. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ പ്രഭാത് ബുക്കിൻ്റെ, ഈ പ്രഭാത് ബുക്കിൻ്റെ ഞാനൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടാണ്. സ്റ്റാളിൽ ഫുള്ള് നടന്നിട്ട് ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ കിട്ടി നമ്മുടെ ചാനലിട്ടുള്ളത്. ഈ ലോകം ഇന്നസെൻ്റ്, ചാണക്യ മന്ത്രങ്ങൾ, അങ്ങനെ കുറേ ഒരുപാട് ബുക്സ് ഉണ്ട്. ഞാനൊരു മലയാള അങ്ങനെ ഈ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഉണ്ട്. ഏതൊക്കെ ബുക്സ് ഉണ്ട് ബുക്കിൻ്റെ ഒരു ഇതാണ്. ഏത് പുസ്തകം വാങ്ങിയാലും ഒരു പുസ്തകം സൗജന്യം. എൻ്റെ അപ്പുറത്ത് കാണാൻ കഴിഞ്ഞ സ്റ്റാളാണ് കേട്ടോ. ഇത് നേരത്തെ കണ്ടത് നമ്മൾ പ്രഭാത് ബുക്ക് സ്റ്റാളാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ ഒരു ഏട്ടജിക്കുണ്ട്, അപ്പൂപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പൂപ്പനോട് ചോദിച്ചിട്ട് അതിനുള്ളിൽ കയറിയിട്ട് വീഡിയോസ് എടുത്തിട്ടാണ്. ഈ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിലിട്ടുണ്ട്. അവിടെ ഏതൊക്കെ ബുക്കുകളുണ്ട് എന്ന്. ഇതൊരു മടത്തിയിട്ട് കേട്ടോ, ശ്രീരാമകൃഷ്ണ മഠം ബുക്ക് സ്റ്റാളാണ്. ഈ 2 പ്രഭാത് ബുക്സും ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ സ്റ്റാൾ അവിടെ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പോകുന്നത് ആ ട്രെയിനിലുള്ള ആൾക്കാർ തന്നെ പോകുന്നത്. എന്തായാലും അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ നോക്കി നിന്നിട്ടാ, പിന്നെ വീഡിയോ എടുത്തു കുറച്ചേരം. എന്തായാലും രസമല്ലേ, അങ്ങനെ നോക്കുന്നു. കുട്ടികളും മക്കളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ അവര് രസം. അതിൻ്റെ അപ്പുറത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഊഞ്ഞാല അപ്പുറത്ത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേ നേരം നോക്കിക്കാൻ പറ്റില്ല, കുറച്ചൊരു സമയമില്ലല്ലോ, പിന്നെ കുറേ കാഴ്ചകൾ കാണണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് നടന്നു. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വീണ്ടും ചെടികളൊരു സ്റ്റാളാണ് കാണാൻ കഴിഞ്ഞത്. നേരത്തെ നമ്മൾ കണ്ടില്ല, 180, 50, 100 ഒക്കെ ഇതാ ഒരു ചക്കയിരുന്നുണ്ട് അവിടെ എന്തേ കാണുന്നത്. അപ്പോൾ പിന്നെ കണ്ടത് ചട്ടികളാണ്, ചീനച്ചട്ടി, പാനിക്കുടം കിട്ടുന്നില്ല. ഈ ചൂട് കാലത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം കിട്ടും. അപ്പുറത്തേക്കും ചേച്ചിരുന്നിട്ട് പാനിക്കുടം റെഡിയാക്കണ്ടിട്ടാണ്. പാനിക്കുടത്തിൽ പൈപ്പ് ഫിറ്റ് ചെയ്യാണ്. കറിച്ചട്ടികളൊക്കെയാണ് കാണുന്നത്. അമ്മമാരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒറ്റക്കായ കാരണം മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ നടന്നു. അപ്പോൾ നടന്നപ്പോൾ ISROൻ്റെ സ്റ്റാൾ വരുന്നുണ്ട് കേട്ടോ. സ്റ്റാളിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അത് അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ടപ്പോൾ ഞാൻ മാജയുടെ ഒരു ഇതുണ്ട്, DTH ജ്യൂസ് കോർണർ. നമ്മുടെ അങ്ങനെ ജ്യൂസ് കുടിക്കാണ്ട് ആവശ്യമില്ലാത്ത കാരണം ഞാൻ പിന്നെ അതൊക്കെ നോക്കി നിന്നിട്ട് അത് മേഴത്തൂരുള്ള ഏട്ടനാട്ടോ, എനിക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ നടന്നു. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു സ്റ്റാളാണ്, ജൂബിലി മിഷൻ ഡ്രഗ്സിൻ്റെ ഒരു സ്റ്റാളാണ് ഈ കാണുന്നത്.
അറിയാം ആയുർവേദം, ജീവിക്കാം ആരോഗ്യത്തോടെ. ഭാരതീയ ചികിത്സാ വകുപ്പ്. പിന്നെ കേരള സർക്കാരിൻ്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്. പിന്നെ AVT പ്രീമിയം. ഇവിടെയൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടതാണ്. ചിന്മയ മിഷൻ കോളേജിൻ്റെ ഒക്കെ ഇതൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ജിജെൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. എൻ്റെ സംഭവം എന്നൊക്കെ അറിയില്ല. കുട്ടികൾ കളിക്കണ്ടേ, അവിടെ കളിക്കണ കുട്ടികളെ നോക്കി. അപ്പോൾ ചെക്കനും പെണ്ണോട് പന്ത് കളിക്കുകയാണ്. അവിടെ കുറേ ആൾക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ല. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സമയമില്ലാത്ത കാരണം പുറത്തിറങ്ങി വീണ്ടും നോക്കുമ്പോൾ അത് ISROൻ്റെ സ്റ്റാൾ തന്നെ വീണ്ടും കാണുന്നത്. അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നിട്ട് ISROൻ്റെ സ്റ്റാൾ. അപ്പോൾ ഇതാ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സ്റ്റാൾ കണ്ട്. ആ സ്റ്റാളിൽ എന്താണെന്ന് ഞാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കി നോക്കുമ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നത്. പണ്ടത്തെ വിഗ്രഹങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഞാനതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാണ്ട്. ഒരുപാട് സ്റ്റാളുകൾ, സ്റ്റാളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാണ്ട്. ഇത് ആന കണ്ട, ആനപ്പുറത്ത് കയറുന്ന ആളുകൾ, ട്രോഫി, ഇതാ വെള്ളം കളി, വലിയ വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോസാണ്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒക്കെ നോക്കി നിന്ന് കണ്ട്. ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നടന്ന് കണ്ടിട്ടാണ്. എന്താ ഇതൊക്കെ പണ്ടത്തെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട്. ഇതൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നോക്കി കണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെയാണ്, ശിരസ്സാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുബേരൻ, ഇത് ശിരസ്സാണ്. ഇത് മുരാസുരൻ, എന്തത് എനിക്കറിയില്ലത് എന്താ സംഭവം. ഇതൊക്കെ ചെന്ന് വായിച്ച് നോക്കി ഇതൊക്കെ കണ്ട്. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഇതാ ഒരു ആനയുടെ കൊമ്പ് പിടിച്ചിട്ട് ഒരു കുട്ടി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ടത് കേരള പോലീസിൻ്റെ സ്റ്റാളാണ്. ഈ കേരള പോലീസിൻ്റെ സ്റ്റാൾ ഞാൻ നമ്മളെ ചാനലിൽ തന്നെ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പല റൂൾസിൻ്റെ അവധിക്കാലം അടിച്ചു പൊളിക്കാം. തൃശ്ശൂർ സിറ്റി പോലീസ് അവരുടെ ഒരു കുട്ടികൾക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഇത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ ലഹരി മുക്ത കേരളം. ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നമുക്ക് ഒരു കുട്ടികൾക്കൊക്കെ വേണ്ടി ക്ലാസ്സിൽ തുറക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നാട് ലഹരിയുടെ പിടിയിലാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ നാട് ലഹരിയുടെ പിടിയിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം, ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക, കുടുംബം നശിക്കും, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സുകൾ അത് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊക്കെ കാണാൻ കഴിഞ്ഞത്. ഇതാണ് നമ്മുടെ ആക്സിഡൻ്റ് ഉണ്ടായ അങ്ങനത്തെ പോലീസ്, കേരള പോലീസിൻ്റെ ഒരു സ്റ്റാളാണ് എനിക്ക് കാണുന്നത്. ലോക്കപ്പ് കണ്ട്. പിന്നെ എല്ലാവരും ഒപ്പിടുന്ന ഒരു സ്ഥലം കണ്ട്. സ്ഥലമെല്ലാം ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഇവിടെ അവിടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഗരുഡൻ്റെ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗരുഡൻ്റെ ഫോട്ടോ എടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ തൃശ്ശൂർ പൂരം എക്സിബിഷൻ്റെ അപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.